കിഴക്കൻ മലയോര മേഖലയിൽ ആശങ്കയായി വീണ്ടും കാട്ടാനക്കൂട്ടം. തെന്മല മാമ്പഴത്തറ ചാലിയേക്കര പാതയോരത്താണ് കാട്ടാനക്കൂട്ടം എത്തിയത്. കിഴക്കൻ മലയോര മേഖലയിലാണ് പട്ടാപ്പകൽ വീണ്ടും ആനക്കൂട്ടം ഇറങ്ങിയത്. ഇതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലായി. തെന്മല പഞ്ചായത്തിലെ മാമ്പഴത്തറ ചാലിയേക്കര പാതയോരത്താണ് കുട്ടികളടക്കം 8 കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത്. പുനലൂർ ആര്യങ്കാവ് ബസ് ഡിപ്പോകളിൽ നിന്നുള്ള KSRTC ബസ്സുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും ഇതുവഴിയാണ് ഇരുഭാഗങ്ങളിലേക്കും സർവീസ് നടത്തുന്നത്. കാട്ടാനകൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ KSRTC ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ വനപാതയിൽ നിർത്തിയിടുകയാണ് പതിവ്. ആനകൾ കടന്നു പോയതിനു ശേഷമാകും യാത്രകൾ തുടരുന്നത്. ഇതുകൂടാതെ ചാലിയേക്കര, കുറവൂർ, സന്യാസിക്കോണം, ചാച്ചിപ്പുന്ന, ചെമ്പനരുവി, തുറ, ചണ്ണക്കാമൺ, ചെരുപ്പിട്ടകാവ്, ഓലപ്പാറ, മഹാദേവർമൺ തുടങ്ങി ജനവാസ മേഖലകളിലും കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. പത്തനാപുരം ഫോറസ്റ്റ് പരിധിയിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. വനാതിർത്തിയോട് ചേർന്ന് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷികളും നശിപ്പിക്കുന്നുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതോടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകും. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അടക്കമുള്ള പ്രദേശങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണെന്ന് തൊഴിലാളികൾ പറയുന്നു. 2 വർഷം മുമ്പ് ഫാമിംഗ് കോർപ്പറേഷനിൽ ഇറങ്ങിയ കാട്ടാന ഒരു ജീവനക്കാരനെ ചവിട്ടിക്കൊന്നിരുന്നു. എസ്റ്റേറ്റ് മേഖലയിലെ നാഗമലയിൽ 8 വർഷം മുമ്പ് ഇറങ്ങിയ കാട്ടാന ഒരു ടാപ്പിംഗ് തൊഴിലാളിയെയും ഓടിച്ചിട്ട് ചവിട്ടിക്കൊന്നു. വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങളെ തടയാൻ കാര്യമായ സുരക്ഷാ സംവിധാനമൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. കുറവൻ താവളം, മാമ്പഴത്തറ, ആനച്ചാടി തുടങ്ങിയ തോട്ടമേഖലകളിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടമിറങ്ങുന്നത് പതിവ് സംഭവമാണ്. കുറവൻ താവളം വഴി ഇരുചക്ര വാഹനങ്ങളിലെത്തുന്ന പല യാത്രികരും കാട്ടാനയെ കണ്ട് ബൈക്കുകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുണ്ട്. ചാലിയേക്കര, മാമ്പഴത്തറ കാനനപാതയോരത്താണ് കാട്ടാനക്കൂട്ടം ക്യാമ്പ് ചെയ്യാറുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.